സിദ്ദിഖ് കീഴടങ്ങുമോ എന്ന ചോദ്യവും ശക്തമാണ്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, വെരി ഗുഡ് മോർണിംഗ്. സിദ്ദിഖ് കൊച്ചിയിൽ തന്നെയുണ്ടെന്നും ബന്ധുവീട്ടിൽ എവിടെയോ ഉണ്ടെന്നുമാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ ഈ സിദ്ദിഖ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ പോലീസ് മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറേ തർക്കങ്ങളും ഇന്നലെ ഉണ്ടായെന്ന് കേൾക്കുന്നു. അപ്പോൾ എന്തായാലും സിദ്ദിഖിൻ്റെ അടുത്തേക്ക് SITക്ക് എത്തിച്ചേരാൻ സാധിച്ചിട്ടുണ്ടോ? അതല്ല, സിദ്ദിഖ് ഇന്നത്തെ സുപ്രീം കോടതി വിധി, ഇന്ന് എന്ത് വിധിയുണ്ടെങ്കിലും നോട്ട് ടു അറസ്റ്റ് എന്ന ഓർഡർ വരുന്നില്ലെങ്കിൽ, അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വരുന്നില്ലെങ്കിൽ സിദ്ദിഖ് ഇന്ന് കീഴടങ്ങാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ? അരുൺകുമാർ, ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, പ്രത്യേക അന്വേഷണ സംഘം സിദ്ദീഖിന്റെ പിന്നാലെയല്ല, സിദ്ദീഖിന്റെ ഒപ്പം നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സിദ്ദീഖ് എവിടെയാണ് ഉള്ളതെന്ന കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞിട്ടും അന്വേഷണ സംഘം ഇപ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്താതെ ഒളിച്ചു കളിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാനിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു കസ്റ്റഡിയിലെടുക്കലും ചോദ്യം ചെയ്യലും എല്ലാം തന്നെ ഇന്നലെ ഉണ്ടായത്. അതായത് ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. രൂക്ഷമായ വിമർശനം ഉണ്ടാകും. കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിട്ടും ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രത്യേക അന്വേഷണ സംഘം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകും. ആ ചോദ്യത്തിന് മറുപടി നൽകാനുള്ള ഒരു നാടകമാണോ ഇന്നലെ നടത്തിയതെന്ന കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ടതുണ്ട്. കാരണം പെട്ടെന്ന് സിദ്ദീഖ് കൊച്ചിയിലുണ്ട് എന്ന് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നു, അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നു. പിന്നാലെ തന്നെ സിദ്ദീഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നു, കസ്റ്റഡിയിലാണ് എന്ന് സിദ്ദീഖിൻ്റെ മകൻ തന്നെ പറയുന്നു. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ പിന്നീട് ഇവരെ വിട്ടയക്കുകയും ചെയ്യുന്നു. അതായത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ, അതായത് സിദ്ദീഖിൻ്റെ തൊട്ടടുത്ത് എത്തി എന്ന അന്വേഷണ സംഘത്തിന് സുപ്രീം കോടതിയിൽ വാദിക്കാനുള്ള ചില കാരണങ്ങൾക്ക് വേണ്ടിയാണോ ഇന്നലത്തെ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചതാണ് സിദ്ദീഖ് കൊച്ചിയിൽ വിട്ടിട്ടില്ല എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പിന്നീടും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് സിദ്ദീഖിന് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നത് വരെയോ അല്ലെങ്കിൽ സുപ്രീം കോടതി കൂടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് വരെയോ കാത്തിരിക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിയിട്ടുണ്ടോ, അവർക്ക് മേൽ അത്തരത്തിലുള്ള സമ്മർദ്ദമുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. നിലവിൽ എന്തായാലും ഇപ്പോൾ നടക്കുന്നതൊക്കെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായി സിദ്ദീഖ് എവിടെയെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് പിന്നെ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ നടക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ സുപ്രീം കോടതി എന്ത് വിമർശനമാണ് ഉന്നയിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രധാനപ്പെട്ട നടനാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ്, AMMയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് ഒളിച്ച് പോകാനൊന്നും കഴിയില്ല. അതുകൂടാതെ തന്നെ ഹൈക്കോടതിയിൽ സിദ്ദീഖ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം എന്ന് പറയുന്നത്, ഞാൻ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, തന്നെ നിയമത്തിൽ നിന്ന് ഒളിച്ചോടില്ല ഒരിക്കലും എന്നൊക്കെയായിരുന്നു സിദ്ദീഖ് നൽകിയിരിക്കുന്ന സത്യവാങ്മൂലം. പക്ഷേ ഈ സത്യവാങ്മൂലത്തിന് നേരെ എതിരായ കാര്യങ്ങളാണ് സിദ്ദീഖ് കഴിഞ്ഞ ഒരാഴ്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതും സുപ്രീം കോടതിയിൽ ഇന്ന് തിരിച്ചടി ഉണ്ടാകും. എന്തായാലും സുപ്രീം കോടതി എന്തു പറയുന്നു എന്ന് നോക്കിയിട്ട് ഇനി അടുത്ത മൂവ് നടത്താം എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അരുൺകുമാർ. താങ്ക് യു സൈഫുനിസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇങ്ങനൊരു ആരോപണം കേൾക്കുന്നുണ്ട്. SITക്ക് സിദ്ദിഖ് എവിടെയാണെന്നറിയാം, പക്ഷേ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരുന്നതുവരെ SIT കാക്കുന്നു എന്ന ചില വിവരവും പുറത്തു വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്തു എന്നും നമുക്കറിയാൻ സാധിക്കുന്നു. പക്ഷേ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല. നമുക്കെന്തായാലും കാത്തിരിക്കാം. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് ഇക്കാര്യത്തിലൊരു തീരുമാനമാകും. ഒന്നുകിൽ സുപ്രീം കോടതിയിൽ നിന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ഉത്തരവ് വരും. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ സിദ്ദിഖ് പുറത്തു വരും. അതല്ല, അറസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവ് കൊടുക്കുന്നില്ല, ബലാം ത്രിവേദിയുടെ ബെഞ്ചിൽ നിന്ന് വരുന്ന വിധി സിദ്ദിഖിനെതിരാണെങ്കിൽ സിദ്ദിഖ് വളരെ സേഫായി കോടതിയിൽ ഹാജരാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഒന്നുകിൽ കൊച്ചിയിൽ, അതല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഹാജരാകും. കാരണം കൊച്ചിയിലൊക്കെ ഹാജരായാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തിരുവനന്തപുരം വരെ മാധ്യമങ്ങൾക്ക് ചാകരയായിരിക്കുമല്ലോ. അതുകൊണ്ട് പരമാവധി മാധ്യമ ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ കോടതിയിൽ ഹാജരാവുകയും ഹാജരായതിനു ശേഷം അന്വേഷണത്തോട് സഹകരിക്കുകയും ചെയ്യാനായിരിക്കാം സിദ്ദിഖിൻ്റെ തീരുമാനം. എന്തായാലും സിദ്ദിഖ് അതിന് തയ്യാറെടുക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരമാവധി എല്ലാ നിയമസാധ്യതയും നോക്കിയതിനു ശേഷം മാത്രമേ സിദ്ദിഖ് കീഴടങ്ങൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.